ഹായ്, ഇത് നിങ്ങളുടെ ചങ്ക് ബ്രോ ബിജു. എല്ലാവർക്കും നമസ്കാരം. പൊളപ്പം കറിയും നാവില് രുചി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചങ്കളെ ഞാൻ നേരത്തെ ഇട്ട വീഡിയോസ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, നല്ല കമൻറ്റ് ഇട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തികച്ചും വ്യത്യാസമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാ ചങ്കളും അവസാനം വരെ കാണാം. അപ്പോൾ ചങ്കളെ ഇന്ന് തികച്ചും വ്യത്യാസമായിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല. നമ്മളിങ്ങനെ ഇന്ന് 2 കോഴി മുഴുവനോടെ കറി വയ്ക്കാൻ പോവുകയാണ്. അതെ, 2 കോഴി. അത് നമ്മൾ കാലൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇതൊരു വെറൈറ്റി സ്റ്റൈലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഒന്ന് 2 കോഴി ഏകദേശം ഒരു 5 കിലോ അടുപ്പിച്ചോളം ഉണ്ട്. അപ്പോൾ 2 കോഴി ഞാനിന്ന് നമ്മളെ സ്വന്തം നെയ്യാറ്റിൻകര സ്റ്റൈലാണ് നമ്മൾ ഇന്നത്തെ കറി വെക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ചെങ്കളും വീഡിയോയിലോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് വെള്ളം വിത്തി ഇവനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യില്ല, കോഴി മുഴുവനോടെ. സൂപ്പർ സാധനമാണ് ഈ സാധനം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നെയ്യാറ്റിൻകര കറി. ഒരു 3 വെള്ളം നല്ല നീറ്റായി കഴുകാം. എടുത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് ക്ലീനിങ് ആണ് ആവശ്യം. മെയിനായിട്ട് നമ്മൾ ഈ കോഴി കഴുകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇച്ചിയൊക്കെ നല്ല നീറ്റായി കഴുകണം. കാരണം ഒക്കെ വൃത്തിയാണ് ഇതിൻ്റെ അത്ര ഏറ്റവും ആവശ്യം. ഇങ്ങനെ പൊക്കിയത് അവനെ എങ്ങനെ അങ്ങോട്ട് നിരത്തണം. അടുത്തിനൊരു 2 വെള്ളം കൂടി ഒന്ന് കഴുകിയാൽ. പക്ഷേ അങ്ങനെ നമുക്കിത് മുഴുവൻ അവിടെ ഇടണമുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് ഇറച്ചി കൂടുതലാണ്. അപ്പോൾ അതിനെ മാക്സിമം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് എങ്കിൽ മസാല ഒക്കെ പിടിച്ച് ലാസ്റ്റ് നല്ല ഒരു കടി കടിക്കാൻ പറ്റും. ചെറുത് വരയണമെന്ന് പറയും. നമ്മളിവിടെ പറയുന്നത് നേരിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറിന് എന്നാണ്. ഇങ്ങനെ അത് ഒരു ദയം നോക്കരുത്. പിച്ചാത്തി എടുത്ത് വെട്ടി കീറി ഇങ്ങനെ. ഒരു 3-4 വെള്ളം കഴുകിയിട്ടുണ്ട്. പിന്നെ നല്ല വരച്ച് കീറി എടുത്തിട്ടുണ്ട്. ഇതാണ്ട നല്ല കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ചങ്കൾ ചെയ്യാനുള്ളത് നമുക്കിനി പാചകത്തിലേക്ക് പോയി. ചങ്കൾ ഞാനിന്നൊരു പുതിയ അടുപ്പാണ് വാങ്ങിയിട്ടുള്ളത്. സാധാരണ നമ്മളെ ഈ യൂട്യൂബിലൊക്കെ ഇതേപോലെ പാചകത്തിൻ്റെ ഇത് പരിപാടി ചെയ്യുന്നവർക്ക് ഇതേപോലെ അടുപ്പുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് നടക്കാം. എവിടെ വേണം നമുക്ക് കൊണ്ട് പാചകം ചെയ്യാം. അപ്പം നമ്മളെ ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിങ്ങനെ കുനിഞ്ഞ് കിടന്ന് നോക്കണം എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്നാലും നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട്. ചെങ്കള നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ എത്തി കൊടുക്കാം. ഓക്കെ, ചെങ്കള ഞാൻ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന താലൂക്കിലാണ് എൻ്റെ സ്ഥലം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഭക്ഷണം ഒത്തിരി വെറൈറ്റിയാണ്. പല ജില്ലകളിലും പല രീതികളാണ്. അപ്പോൾ എൻ്റെ ചങ്കൾ, എന്നെ കാണുന്ന എൻ്റെ ചങ്കൾ എല്ലാവരും ഞാൻ ചെയ്യുന്ന ഓരോ ഭക്ഷണങ്ങൾ നിങ്ങളും വീട്ടിൽ ചെയ്തു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി ചൂടായ ശേഷം കടുവിടാം. അപ്പോൾ ചങ്കൾ നമുക്ക് ആദ്യം ഒരു 2 സ്പൂൺ കടു ഇടുമ്പോൾ തന്നെ നല്ലൊരു പൊട്ട് പൊട്ടും. അടുത്ത് നമുക്ക് ഇടാനുള്ളത് കരിവേപ്പില. അപ്പോൾ അവനിങ്ങനെ ഒരു 3 പീസ് അങ്ങോട്ട് ഇടുന്ന് ദൈവനെ എതിരോട്ടങ്ങ് അല്പം കൂടി ഇങ്ങോട്ട് ഇടും. അടുത്ത് ഞാൻ നമ്മളെ പച്ചമുളക് അരിഞ്ഞത്. അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പണ്ടൊക്കെ കാണുന്നൊരു സംഭവമാണ് നമ്മളെ തവി. ഇപ്പോൾ ഒന്നും ഇത് കാണാനില്ല. പിന്നെ ഞാൻ ഇതിട്ടാണെന്ന് എന്താണ് കഴിക്കുന്നത്.
ഇതിലോട്ടിന് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് വലിയ സവാള ഒരു സ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ടിടും. കാരണം ഉപ്പിടണമെന്ന് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വേണ്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചകത്ത് ഉപ്പിടുന്നത്. എന്നിട്ട് നല്ല നീറ്റിട്ട് ഇളക്കി. എന്ത് രസമായിരിക്കും എന്ന് പറയും. കാരണം നമ്മളിവിടെ പാടമെന്ന് പറയില്ല, കൂടുതലും വയലെന്നാണ് പറയുന്നത്. ഈ വയലിൻ്റെ കരയിലൊക്കെ ഇരുന്ന് പാചകം ചെയ്യുന്ന പറഞ്ഞാൽ ഇതേ ഇപ്പോഴത്തെ രസം വേറെ ഒന്നും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പാട്ടിങ്ങനെ നാവിൽ വന്നിരിക്കണം. അപ്പോൾ എൻ്റെ ചങ്കൊക്കെ കൊണ്ട് ഞാൻ പാടും. അപ്പോൾ ചക്കള ഞാനിപ്പോൾ ഏകദേശം ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇനി ഇതിട്ടൊന്ന് നല്ല നീറ്റായിട്ടൊന്ന് ഇളക്കി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്ത് ഇതിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ. ചതയട്ടെ. കുറച്ച് ഇഞ്ചി ഒന്ന് ചതയപ്പോലെ എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളെ നമ്മൾ ഇഞ്ചിയും ഈ വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ ആട്ടി ഇടിക്കാവും. അതാണ് അതിൻ്റെ രസം. ഓക്കെ ഓക്കെ. മതി. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഒരു 3 സ്പൂൺ മുളക് പൊടി. കാരണം അത്യാവശ്യം നല്ല എരിയുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ടൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. കാരണം കുരുമുളക് ഇടുന്നുള്ളതുകൊണ്ട് നമുക്കപ്പോൾ കുറച്ച് രക്ഷയില്ലാത്ത മണം വരും. ഓക്കെ. അപ്പോൾ ഇതിനോട് നമുക്ക് കാശ്മീർ ചില്ലിപ്പൊടി ഒരു 2 സ്പൂൺ. ഓക്കെ. ഇത് എരിയൊന്നുമില്ല, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇട്ട നല്ല ചെവയായിരിക്കും. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെങ്കള നമ്മൾ ഇനിയാണ് സാധാരണ നമ്മൾ ആദ്യമൊക്കെ മഞ്ഞപ്പൊടി ഇടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇടുന്നത് സാധാ മുളക് പൊടി ഇട്ടൊന്ന് വഴണ്ട് അതിൻ്റെ നല്ലൊരു മണം വരുമ്പോഴാണ് ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത്ര മാത്രം, 1/2 സ്പൂൺ മാത്രം മതി. ഓക്കെ. എന്നിട്ട് നല്ല അതിൻ്റെ പച്ചപ്പിൻ്റെ ഒരു മണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ചെങ്കള നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ചില്ല. അപ്പോൾ നമ്മളൊരു 2 കോഴി മുഴുവനോടെ വെക്കണമുണ്ട്. കുറച്ച് വെള്ളം കൂടുതൽ, കാരണം മുങ്ങി നിന്ന് വേകണം. പക്ഷെ ഒരു 1 മണിക്കൂർ വരെ നല്ല വെന്താലേ ആ മസാലയൊക്കെ എല്ലാം പിടിച്ച് നമുക്കിനി ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റം ഇടാറുണ്ട്. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷമാണെന്ന് നമുക്കിനി അടുത്ത ഐറ്റം ഇടാറുണ്ട്. അതുവരെ ഒന്ന് തീയൊക്കെ ഒന്ന് കയറി കൊടുക്കാം. അപ്പോൾ ചങ്കള കുറച്ച് നേരം തിളയ്ക്കുന്നവരെ നമുക്ക് ഈ സാധനത്തിന് അടച്ച്. ഓക്കെ. ഇപ്പോൾ ചങ്കള നമുക്കിപ്പോൾ തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ
ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇല്ലാതെ എന്തോ നിറച്ചിക്കറി. ഓക്കെ, അപ്പോൾ ചങ്കള നമ്മളെ കൂട്ട് തിളച്ചിട്ടുണ്ട്, രക്ഷയില്ല. അപ്പോൾ ഇവനെ അതിലോട്ടൊന്ന് എടുത്തിടണം. അപ്പോൾ ചങ്കള അവനെ നമ്മളെ കഴി വെച്ച മുഴുവൻ ചിക്കൻ എടുത്ത് ഇതിലോട്ടൊന്ന് ഇടാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ പതുക്കെ ഇങ്ങനെ ഇവനെങ്ങനെ ഇതിലോട്ടങ്ങ് വയ്ക്കുക. എന്ത് രസം നോക്കിയാണ്. അടിപൊളി. ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് ഇതിലോട്ടങ്ങ് വയ്ക്കുക. വേണ്ടേ, അടുത്തവനെ കൂടി ഒന്ന് പൊക്കി ഇവനെങ്ങനെ ഒന്ന് പിടിച്ച് ഇതിലോട്ടം കയറ്റി വെച്ച് അടുത്ത പരിപാടി നമുക്ക് തെറ്റൊന്ന് ഇവനെ ഇതൊക്കെ ഒന്ന് കോരി വീത്തി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇവ കുറഞ്ഞൊരു 3/4 മണിക്കൂറെങ്കിലും വേവണം, എങ്കിലേ നമ്മൾ ഈ മസാലക്കൂട്ടൊക്കെ ഇതിലൊന്ന് പിടിച്ച് നല്ല നെയ്യാറ്റിൻകര സ്റ്റൈൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇവനെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇവനെ ഒന്ന് തുറക്കാം. രക്ഷയില്ല. അപ്പോൾ നമ്മൾ 2 കോഴിയും കിടന്ന് നല്ല വൃത്തി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ഇടേണ്ടത് നമ്മുടെ ഗരം മസാല. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു 3 സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. നമ്മൾ നെയ്യാറ്റിൻകര കറി തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവനെ നമുക്കൊന്ന് നല്ല ഇളക്കി ഒന്ന് വയ്ക്കാം. അപ്പോൾ ഒരു രക്ഷയില്ലാതെ സംഭവം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേവട്ടെ. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ചങ്കര നമുക്ക് ഇവനെ ഒന്ന് തുറക്കാം, എന്നാ നോക്കാം. രക്ഷയില്ല തോന്നാറുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് ഇടേണ്ടത് മല്ലിയില, പുതിനയില. അപ്പോൾ നമുക്കിതിനെ കുറച്ച് വിധം എടുത്തിട്ട് കൊടുക്കാം. ഇത് കുറച്ച് പുതിനയില ഇട്ട് മല്ലിയില ഒരു കൂട്ടത്ത് പുതിനയില കൂടി ഇടുമ്പോൾ ഇറച്ചിയിൽ ആ കറക്റ്റ് ആ മണവും ഒക്കെ വരും. 4 സൈഡിലോട്ട് നമുക്ക് ഇതിനെ പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചങ്കള നമ്മളെ നെയ്യാറ്റിൻകര ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് എൻ്റെ ചങ്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ഞാൻ പോകാൻ പോവാണ്. അപ്പോൾ ഒന്ന് അടയ്ക്കാം. വെളൂരി ഷാപ്പിലൊരിക്കൽ കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതു നേരാണേ, കള്ളു കുടിച്ച് ഞാൻ കയ്യെന്നും പോയതു നേരാണേ, കേക്കണേ കൊല്ലം കുറച്ചായേ, കേക്കണേ കൊല്ലം കുറച്ചായേ. വെളൂരി ഷാപ്പിലൊരിക്കൽ കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതു നേരാണേ, കള്ളു കുടിച്ചു ഞാൻ കയ്യെന്നും പോയതു നേരാണേ, കേക്കണേ കൊല്ലം കുറച്ചായേ, കേക്കണേ കൊല്ലം കുറച്ചായേ. ഷാപ്പിൻ്റെ പിന്നിക്കിടന്ന് പിച്ചും പെയ്യും പറയുമ്പോ, ഷാപ്പിൻ്റെ വാതിലടയ്ക്കുമ്പോ എന്നെ എടുത്തു പുറത്തിട്ടേ, നേരം നാടുക്കണ പാതയിൽ എന്നെ ഉരുട്ടി വിളിച്ചപ്പോ, കുട്ടങ്കാരി പെണ്ണിൻ്റെ വീട്ടിൽ കണ്ണു തുറന്നു ഞാൻ നോക്കുമ്പോൾ, നേരം നാടുക്കണ പാതയിൽ എന്നെ ഉരുട്ടി വിളിച്ചപ്പോ, കുട്ടങ്കാരി പെണ്ണിൻ്റെ വീട്ടിൽ കണ്ണു തുറന്നു ഞാൻ നോക്കുമ്പോൾ, വെളൂരി ഷാപ്പിലൊരിക്കൽ കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതു നേരാണേ, കള്ളു കുടിച്ചു ഞാൻ കയ്യെന്നും പോയതു നേരാണേ, കേക്കണേ കൊല്ലം കുറച്ചായേ, കേക്കണേ കൊല്ലം കുറച്ചായേ. അപ്പോൾ ചങ്കളെ നമ്മൾ കോഴിക്കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവനൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ചങ്കളെ നമ്മളെ നെയ്യാറ്റിൻകര കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇവനെ വെച്ച് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് നല്ല ചൂട് പൊറോട്ടയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ കൂട്ടത്ത് എൻ്റെ നെയ്യാറ്റിൻകര സ്വന്തം ചങ്കായ നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊപ്പമാണ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകളും പൊറോട്ട. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കോഴിക്കറി ഇതാണ്ട ഇവനെ അങ്ങോട്ട് പൊക്കി
ഇതിലോട്ട് ഒരു കോഴി നമ്മളെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആ കോഴിയെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ചെങ്കൾ. അപ്പോൾ നമുക്ക് പിന്നെ കോഴി അങ്ങ് വയ്ക്കാം. അപ്പോൾ ചങ്കള ഞാൻ കോഴി എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. അമ്പട ഇവനെ ഇനി അടുത്ത അല്പം ഗ്രേവിയും കൂടി കോരി ഈ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ട് കോരി വയ്ക്കുക. ഓക്കെ ചെങ്കൾ ഇതെങ്ങനെ ഇവനെ എങ്ങോട്ട് ഒഴുക്കി അങ്ങോട്ട് വെച്ചു കൊടുക്കുക. അതാണ്ട കൊതി വരല്ലേ എങ്ങനെ അങ്ങോട്ട് ഒഴുക്കി വെച്ച് കൊടുക്കുക. എങ്ങനെയാണ് അപ്പോൾ ചൂട് പൊറോട്ടയും വെച്ചാണ് നമ്മളിന്ന് ഇവനെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ പോകുകയാണ്. അപ്പോൾ ചെങ്കൾ നമുക്ക് ഇവനെ ഒന്ന് അലങ്കരിക്കാം. എടുത്ത് നമുക്ക് ഒന്ന് വെക്കാം. എൻ്റെ കൂടെ ഒരുപാട് പേര് ചോദിച്ചു, ബിജു സംസാരമൊക്കെ ഒന്ന് മോഡലാക്കി കൂടെ. ഞാൻ വളർന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേറ്റിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ സ്വന്തം ശൈലിയിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ. അപ്പോൾ എനിക്ക് വലിയ മോഡലായിട്ടൊന്നും സംസാരിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മളിവിടെയൊക്കെ പറയുന്നത് അലങ്കരിക്കാം എന്നാണ്. അപ്പോൾ കൊള്ളാം, അത് ഇങ്ങനെയൊക്കെ ഒന്ന് മോഡലാക്കി വെച്ച് അതൊരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ചങ്കൾ നമ്മളെ നെയ്യാറ്റിൻകര ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് ചങ്കുകളാണ്. അപ്പോൾ അവർ തന്നെ ആദ്യം ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. ഓക്കെ അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. നമ്മളെ സൂപ്പറായിട്ടുണ്ട്. സത്യമായിട്ട് പറഞ്ഞാൽ മതി. സൂപ്പർ സൂപ്പർ. ഓക്കെ അടുത്തിന് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ? സൂപ്പർ. തള്ളല്ലല്ലോ. അപ്പോൾ ഇനി നമ്മളെ ടോമി എന്നെ ചെയ്യട്ടെ എങ്ങനെയാണ്. കാരണം ഒരു മണിക്കൂറിന് പുറത്ത് നമ്മൾ വേവിച്ചിട്ടുണ്ട് ഈ സംഭവം. മസാലയൊക്കെ നല്ല സൂപ്പർ. അപ്പോൾ ചങ്കളെ ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പീസ് എങ്ങനെ ഒരു ചിക്കൻ്റെ കാനത ഇങ്ങനെ അങ്ങോട്ട് ഒടിച്ചെടുത്തിട്ട് ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുകയാണ് ചങ്കളെ. സൂപ്പർ. ഒരു എൻ്റെ അടുത്ത് സവാള കൂടി ഇങ്ങനെ എടുത്തിട്ട് അടുത്ത് കഴിച്ചോ. അപ്പോൾ ചങ്കളെ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകളും നല്ല ലൈക്ക് ചെയ്യണം, നല്ല കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലും വലിയ വ്യത്യസ്തമായ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞാലോ. ഗുഡ് ബൈ.